റോമലേഖനം 5-ാം അധ്യായം നമുക്കെടുക്കാം. പുതിയതായി കടന്നു വന്നവർക്ക് റോമലേഖനത്തിൻ്റെ 5-ാം അധ്യായം തൊട്ട് തുടങ്ങുമ്പോൾ ഇതിൻ്റെ മുൻപ് ഉള്ള ധ്യാനത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു പക്ഷെങ്കിൽ ഒരൈഡിയ ഉണ്ടാകുകയില്ല. എന്നാൽ ഞാനത് സംക്ഷിപ്തമായി പറഞ്ഞുകൊള്ളാം. അതൊന്നും കേട്ടില്ലെങ്കിലും ഇന്നത്തെ ധ്യാനം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും. വളരെ ലളിതമായി സുവിശേഷ സത്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് 5-ാം അധ്യായത്തിൽ നിന്ന് പറയുന്നത്. നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം മാത്രമേ ഇന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. എന്നാൽ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് നീതീകരണത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന അതിപ്രധാനമായ ഉപദേശ സത്യം നമ്മൾ ഒരുമിച്ച് പഠിക്കുകയുണ്ടായി. അങ്ങനെ നീതീകരിക്കപ്പെട്ടവർക്കുള്ള അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രയോജനം അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടവർക്കുള്ള ഫലങ്ങളെക്കുറിച്ചാണ് 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ആ ആദ്യത്തെ വാക്യം മാത്രമാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അത് ഒന്നാമത്തെ ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ആ വാക്യം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. ഈ റോമാലേഖന ധ്യാനത്തിന് വേണ്ടി നമ്മുടെ മനസ്സൊരുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിങ്ങനെ ആളുകളെ ധൃതിപ്രസംഗത്തിലൂടെ ഇളക്കാനുള്ള ഒരു ശ്രമമല്ല. പക്ഷേ വാക്യത്തിൻ്റെ അതിൽ ഉള്ള അർത്ഥം മനസ്സിലായാൽ നാം ഇളകിപ്പോവും. നമ്മുടെ ഹൃദയത്തിൽ അത് പതിയണം. ശരിക്കും കർത്താവുമായിട്ടുള്ള ബന്ധവും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു ദൈവ പൈതലിന് ബോധ്യമാകുമ്പോൾ അവിടെയാണ് നാം നങ്കൂരമിടുന്നത്. ഇളകിപ്പോകാതെ പതറിപ്പോകാതെ ആ വചനങ്ങളിലാണ് നാം നങ്കൂരമിടേണ്ടത്. അതുകൊണ്ട് കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗൗരവത്തോടെ ദൈവവചനം സമീപിക്കാത്ത ആളുകൾക്ക് ഉപരിപ്ലവ തലത്തിൽ ഒരു ഇളക്കവും കാര്യങ്ങളും ഒക്കെ ഇല്ലെങ്കിൽ ദൈവസാന്നിധ്യമില്ലെന്നും അഭിഷേകമില്ലെന്നും ഒക്കെ അവർ തെറ്റിദ്ധരിക്കും. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് കർത്തൃനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ വചനത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഈ വചനം സംബന്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് മുമ്പ് പൗലോസ് സുവിശേഷം പറയുന്ന മാതൃക ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കാൻ പോവുകയാണ്. പൗലോസ് എങ്ങനെയാണ് സുവിശേഷം പറഞ്ഞത്? ആ മാതൃക നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കോപ്പി ചെയ്താൽ സുവിശേഷീകരണത്തിൽ വളരെ ഇഫക്റ്റീവാകും. എങ്ങനെയാണ് പൗലോസ് സുവിശേഷം പറഞ്ഞത്? 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-20 വരെയുള്ള വചനങ്ങളിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ ആവശ്യകതയാണ് വിഷയം. ഞാനത് വിശദീകരിക്കാം. നാം ഒരാളോട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് അവൻ രക്ഷിക്കപ്പെടണം, എന്തിനാണ് അവൻ സുവിശേഷം അംഗീകരിക്കേണ്ടത്, അതാണ് ആദ്യം പറയേണ്ടത്.
5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആദ്യം ഉദ്ധരിച്ച് സുവിശേഷം പറഞ്ഞാൽ നിനക്ക് ഇന്നതെല്ലാം കിട്ടും കേട്ടോ, അതുകൊണ്ട് നീ ഒന്ന് കൈപൊക്കിക്കോ. അങ്ങനെയല്ല, അതിലേക്ക് പിന്നീട് ആളിനെ കൊണ്ടുവരണം. എന്നാൽ ഗോസ്പലിന്റെ പ്രസന്റേഷനിൽ ആദ്യം ബാഡ് ന്യൂസ് ആണ്. ദൈവം ആളുകളെ സൗജന്യമായി അവരുടെ വിശ്വാസം നിമിത്തം നീതീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം, വിശുദ്ധനായ ദൈവം ആളുകളെ സ്വീകരിക്കുന്നു. സ്വീകരിക്കേണ്ട ആവശ്യം എന്താണ്? നീതീകരണത്തിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക് എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം എന്നുള്ളത് ബോധ്യമാകണം. എങ്കിലേ സുവിശേഷത്തിന്റെ വില മനസ്സിലാകുകയുള്ളൂ. ഇത് പെന്തക്കോസ്തിലെ ആളെ കൂട്ടാനല്ല, ഇത് മറ്റെന്തെങ്കിലും ആരുടെയെങ്കിലും സ്തോത്ര കാഴ്ച പിടിച്ചെടുക്കാനോ ദശാംശം പിടിച്ചെടുക്കാനോ ഉള്ള പരിപാടിയല്ല ഇത്. അവിശ്വാസിയായ മനുഷ്യൻ അവൻ ആരാണെന്ന് അവന് ബോധ്യമാകണം. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പാഠത്തിൻ്റെ റെഫറൻസുകൾ ഞാൻ തരാം. ഞാൻ ആദ്യം പൊതുവിലാണ് പറഞ്ഞത്, 1:18 മുതൽ 3:20 വരെ. അതൊന്ന് അല്പം ചെറിയ ഗഡുക്കളായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചേ. 1:19 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ജാതീയ ആളുകൾ സുവിശേഷം അംഗീകരിക്കുന്നില്ലെങ്കിൽ 1:18 പറയുന്നത് ദൈവത്തിൻ്റെ കോപം അവരുടെ മേലുണ്ട്. അപ്പൊ ആദ്യം പ്രസന്റ് ചെയ്യുമ്പോൾ യു ആർ അണ്ടർ ദ wrath ഓഫ് ഗോഡ്. സുവിശേഷത്തിന്റെ ആവശ്യകത, സുവിശേഷം മനസ്സിലായി വേണം വിശ്വാസത്താലുള്ള നീതീകരണം ഏറ്റെടുക്കാൻ. അപ്പൊ അതിനാദ്യം പോള് പ്രസന്റ് ചെയ്യുന്നത് ജാതിക ആളുകൾ വിതൗട്ട് ദ ഗോസ്പൽ ദേ ആർ ഡാംഡ്. 2-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ മോറലിസ്റ്റുകൾ, ധർമ്മ ഉപദേഷ്ടാക്കന്മാർ അവരെന്തു പറയും? ഞങ്ങൾ എത്രയോ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സാധുക്കൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ നല്ല ചെയ്യുന്നു. അവരെയും പ്രതിക്കൂട്ടിൽ പൗലോസ് കൊണ്ടുവന്നിട്ട് അവർക്ക് നേരെ വിരൽ ചൂണ്ടി പറയുകയാണ്, നല്ല കാര്യം ചെയ്തത് കൊണ്ട് നിങ്ങളെ ദൈവം അംഗീകരിക്കില്ല. നിങ്ങൾക്ക് സുവിശേഷം ആവശ്യമാണ്. സുവിശേഷം ഇല്ലെങ്കിൽ നിങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കോപമുണ്ട്. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്നെ നീതീകരിക്കുന്നത്? അല്ലെ, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ജസ്റ്റിഫിക്കേഷൻ? ദൈവം ആളുകളെ നീതീകരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താ? നീതീകരിച്ചില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിശുദ്ധനായ ദൈവത്തോടു കൂടെ പോയി പാർക്കാനോ സംസർഗമോ കൂട്ടായ്മയോ നമുക്ക് സാധ്യമല്ല. കാരണം മനുഷ്യരെല്ലാം പാപികളാണ്. ആ പാപികളായ മനുഷ്യരെ ഓരോ കാറ്റഗറി ആയിട്ട് എടുക്കുകയാണ്. ജാതികൾ, വിത്തൗട്ട് ദ ഗോസ്പൽ ഡാംഡ്. മോറലിസ്റ്റുകൾ, ധർമ്മോപദേഷ്ടാക്കന്മാർ, വിതൗട്ട് ദ ഗോസ്പൽ ഡാംഡ്. 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം മുതൽ 3:9 വരെ നിങ്ങൾ ചിന്തിച്ചാൽ, പാരമ്പര്യമുള്ള യഹൂദൻ, ന്യായപ്രമാണമുള്ള യഹൂദൻ, അവരുടെ ശരീരത്തിൽ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ചിഹ്നമാകുന്ന പരിച്ഛേദനയുള്ള യഹൂദനോട് പറയാണ്, സോറി, വിത്തൗട്ട് ദ ഗോസ്പൽ നിങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കോപമാണ്. യഹൂദന്മാർക്ക് ഭയങ്കര സന്തോഷമാണ്, ജാതികളുടെ മേൽ ദൈവത്തിൻ്റെ കോപമുണ്ട്, ധർമ്മോപദേഷ്ടാക്കന്മാരുടെ മേൽ ദൈവത്തിൻ്റെ കോപമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ന്യായപ്രമാണം, ഞങ്ങൾക്ക് വേദോത്സവം ഉള്ളവരല്ലേ, ഞങ്ങൾക്ക് പരിച്ഛേദനയില്ലേ, ഞങ്ങൾക്ക് നല്ല പാരമ്പര്യമില്ലേ, നിയമങ്ങളൊക്കെ ഞങ്ങൾക്കല്ലേ ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സേഫ് സോണിലാണെന്ന് ചിന്തിച്ച യഹൂദനോട് പറയുകയാണ്, നോ, നിങ്ങൾ സേഫ് സോണിലല്ല. നിങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കോപമുണ്ട്. ആ കോപത്തിൽ നിന്ന് വിമുക്തരാകുവാൻ വേണ്ടി you need to be justified by a holy God.
വളരെ നമ്മൾ മനസ്സിലാക്കണം ഇത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് പൗലോസിന്റെ ആ പാറ്റേൺ ഓഫ് പ്രസന്റേഷൻ ഇത് സാധാരണ മനസ്സിലാകില്ല. വളരെ ശ്രദ്ധിക്കണം, വളരെ ദൈവകൃപയോടുകൂടി. റോമാലേഖനം ഒരാൾക്ക് അറിയത്തില്ലെങ്കിൽ യു ഡോണ്ട് നോ അബൌട്ട് സാൽവേഷൻ. വളരെ കൃത്യമായി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പം 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരേണ്ടതിന് പൗലോസിന്റെ സുവിശേഷീകരണത്തിന്റെ ഒരു മാതൃക ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. ആദ്യം വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ആവശ്യകതയാണ്. അതാവശ്യമാണ്. കാരണം ഓരോ കാറ്റഗറിയിൽ എടുത്തുകൊണ്ട് താൻ തെളിയിക്കുകയാണ്, സുവിശേഷം കൂടാതെ ആളുകളുടെ മേൽ ദൈവത്തിന്റെ കോപമാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 3-ാം അധ്യായത്തിന്റെ 23 ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ലോകത്തിലുള്ള സകല മനുഷ്യരും, whether you are a nominal Christian, whether you are Pentecost, whether you are Gentile, whether you are Jew, whatever, നിങ്ങൾ ആരുമായിക്കോട്ടെ, വിശുദ്ധനായ ദൈവത്തിന് മുൻപിൽ you are a sinner. ആ നിലയിൽ ദൈവത്തിന്റെ കോപമാണ് ലോകത്തിലുള്ള സകല മനുഷ്യരുടെ മേലും. ഞാൻ പിന്നീട് അതിൻ്റെ കുറച്ചുകൂടെ സംസാരിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവം വെച്ച സുവിശേഷം, ആ നിരപ്പാകാൻ, ദൈവവുമായിട്ട് നിരപ്പാകാനുള്ള വഴി സ്വീകരിച്ചേ തീരൂ. സ്വീകരിക്കാത്ത ഒരാള് he is at enmity with God. He is in rebellion with God. അപ്പൊ അതാണ് ആദ്യം പ്രസന്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സുവിശേഷീകരണത്തിലും അറിയേണ്ടത്. അല്ലാതെ നിന്റെ കടഭാരം മാറ്റും ഞങ്ങളുടെ സഭയവാൻ. No, that's not the gospel. The gospel is you are a sinner without the gospel. യേശുവിനെ കൂടാതെ നീ പാപിയാണ്. പാപി എന്ന നിലയിൽ ദൈവത്തിന്റെ കോപമാണ് നിന്റെ മേൽ. ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാനാണ് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ യാഗമാക്കിയത്. അപ്പൊ ഒന്നാമതാണ് പറയുന്നത്. 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നീതീകരണത്തിന്റെ വഴി വെളിപ്പെടുത്തിയിരിക്കുക. ദൈവം പാപികളെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത്? ആദ്യം പറയുന്നത് നിങ്ങൾ പാപിയാണ് എങ്കിലേ ഈ ഗുഡ് ന്യൂസ് അവർക്ക് മനസ്സിലായി അത് അംഗീകരിക്കത്തുള്ളൂ. ബെനിഫിറ്റുകൾ മാത്രം ആദ്യം പറഞ്ഞാൽ അവനാരാണ്, എന്തിനീ സുവിശേഷം വേണമെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ റോമാലേഖനത്തിലെ ബൈബിളിലെ തന്നെ വളരെ 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 പ്രധാനപ്പെട്ട വചനങ്ങളാണ്. സുവിശേഷത്തിന്റെ കാതലായ കാര്യങ്ങൾ ആത്മനിറവിൽ പൗലോസ് അവിടെ വിശദീകരിക്കുകയാണ്. ആ 21 മുതൽ 31 വരെയുള്ള വാക്യം, ദാറ്റ്സ് ദ ഹാർട്ട് ഓഫ് ദ ഗോസ്പൽ. വിശ്വാസത്താൽ ഉള്ള നീതീകരണം എന്ന പരമപ്രധാനമായ ഉപദേശ സത്യത്തെ വിശദീകരിക്കുന്ന വാക്യങ്ങളാണ് 21 മുതൽ 31 വരെയുള്ള വാക്യം. എഫേസ്യ ലേഖനം 2-ന്റെ 8-9 വാക്യങ്ങളൂടെ നമ്മൾ ചേർത്ത് പഠിച്ചാൽ എങ്ങനെയാണ് ദൈവം ഒരാളിനെ അംഗീകരിക്കുന്നത്, എങ്ങനെയാണ് നമ്മെ നീതീകരിക്കുന്നത്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നമ്മൾ ആരും രക്ഷപ്പെടുന്നത് നമ്മുടെ സൽപ്രവർത്തികൾ കൊണ്ടല്ല, നാം സ്തോത്ര കാഴ്ച കൊടുത്തത് കൊണ്ടല്ല, ദശാംശം കൊടുത്തത് കൊണ്ടല്ല, ആരെയും സഹായിക്കുന്നത് കൊണ്ടുമല്ല. രക്ഷിക്കപ്പെട്ടവരിൽ, നീതീകരിക്കപ്പെട്ടവർക്ക് ഈ സൽപ്രവർത്തികളൊക്കെ നല്ലതാണ്. അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ
ദൈവം കർത്താവ് നമ്മൾക്ക് തരും. പ്രവൃത്തിയാലല്ല നാം നീതീകരിക്കപ്പെടുന്നത്. ആ വാക്യങ്ങൾ പൗലോസ് എഴുതുമ്പോൾ കൃപയാലാണ് നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നത്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, രക്ഷ കൃപയാലാണ്. അത് നമ്മൾ സ്വീകരിക്കുന്നത് വിശ്വാസത്താലാണ്. ഇനി റോമാലേഖനം 3:21 മുതൽ 31 വരെ ആ നീതീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. എന്നാൽ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ ഓടിച്ച് ഞാൻ പറയാം. എന്നാണ് ഇന്ന് പകൽ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്, പൗലോസ് സുവിശേഷം എങ്ങനെയാണ് പറഞ്ഞത്? പൗലോസ് റോമാലേഖനത്തിൽ ഗോസ്പൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തത്? ഫസ്റ്റ് ദ ബാഡ് ന്യൂസ്, ദെൻ ദ ഗുഡ് ന്യൂസ്. 21 വാക്യം 3:21 ആദ്യ ഭാഗം, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. The righteousness from God. അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിൽ കുറിക്കേണ്ടത്, നീതീകരണം ദൈവമാണ് നമുക്ക് ദാനമായി തരുന്നത്. ദൈവത്തിൻ്റെ നീതി എന്നവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന നീതി. ദൈവമാണ് ഈ നീതിയുടെ സോഴ്സ്. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡ് ദൈവം തന്നെ നമുക്ക് ഇംപ്യൂട്ട് ചെയ്തു തരുന്നു. ജസ്റ്റിഫിക്കേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ഗോഡ്. 21 വാക്യത്തിന്റെ 2 ഭാഗം, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി. അപ്പൊ നീതീകരണം നാം സ്വീകരിക്കുന്നത് വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ഞാൻ അതുകൊണ്ട് ഓടിച്ചു പറയുകയാണ്. പാപിയാണ് നിങ്ങൾക്ക് സുവിശേഷം വേണം. സുവിശേഷത്തിലെ കാതലായ കാര്യമാണ്. പാപികളെ ദൈവം നീതീകരിക്കുന്നു, അഭക്തനെ നീതീകരിക്കുന്നു. എങ്ങനെ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ നോ. മൂന്നാമത്തെ കാര്യം 21 വാക്യത്തിന്റെ 3 ഭാഗം, ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ജസ്റ്റിഫിക്കേഷൻ ഈസ് അപ്പാർട്ട് ഫ്രം ദ ലോ. 10 കൽപ്പന അനുസരിച്ചത് കൊണ്ടല്ല ദൈവം നമ്മളെ നീതീകരിക്കുന്നത്. ഇറ്റ് ഈസ് അപ്പാർട്ട് ഫ്രം ദ ലോ. ക്രിസ്തുവിൽ അർപ്പിക്കുന്ന ആശ്രയത്താൽ വിശുദ്ധനായ ദൈവം അർഹതയില്ലാത്ത നമ്മളെ അംഗീകരിക്കും. 22 വാക്യം, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം ഒരു പുതിയ ദൂതല്ല. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ തന്നെ ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. 23 വാക്യം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതീകരണം എല്ലാവർക്കും ആവശ്യമാണ്, കാരണം എല്ലാവരും പാപികളാണ്. ദൈവത്തിന്റെ കോടതിയിൽ നേരെ നിൽക്കാൻ തൻ്റെ ഇടമുള്ള ആദാമ്യ സന്തതിയിൽ ആരുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് എല്ലാവർക്കും നീതീകരണം ആവശ്യമാണ്. 24 വാക്യം, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി ദാനമായിട്ടാ തരുന്നത്. അത് ദാനമായിട്ട് തരുവാൻ ഇറ്റ് വാസ് അക്വയർഡ് ബൈ ജീസസ്. അവന്റെ കൃപയാൽ, യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ. അപ്പൊ റൈച്ചസ്നെസ് ഇസ് ഗിവൺ ആസ് എ ഗിഫ്റ്റ്. അല്ലാതെ ഇവിടെ ആരും പ്രയത്നിച്ചതല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ റൈച്ചസ്നെസ് നമുക്ക് സൗജന്യമായി കണക്കിടുകയാണ്. ഓക്കെ, നമ്മൾ 3 അധ്യായത്തിന്റെ 21 മുതൽ 31 വരെയുള്ള വാക്യം ഞാൻ ചില സൂചനകൾ തരിക. ഇതൊക്കെ സവിസ്തരം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദന്മാരുടെ പിതാവായ
അബ്രഹാമിന്റെ ജീവചരിത്രം എടുത്തുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഉപദേശ സത്യത്തിന് ഒരു ഇലസ്ട്രേഷൻ അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ പൗലോസ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ 25 വാക്യങ്ങളാണുള്ളത്. കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ദൂതാണ്. അവ ഈ ന്യായപ്രമാണം ഒന്നും അനുസരിക്കണ്ടേ? ഇങ്ങനെ യേശുവിൽ വിശ്വസിച്ചാൽ ഉടനെ ദൈവം നമ്മളെ അംഗീകരിക്കുകയാണോ? വാട്ട് ഈസ് ദിസ്? അതിന് അവരുടെ ചരിത്രത്തിൽ നിന്ന് അവരുടെ വല്യപ്പനാകുന്ന അബ്രഹാമിന്റെ ചരിത്രം തന്നെ എടുത്ത് പ്രത്യേകിച്ച് ഉൽപ്പത്തി 15:6 കോട്ട് ചെയ്തുകൊണ്ട് അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടതെന്ന് പൗലോസ് സംശയമുള്ള യഹൂദന് തെളിവായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കണം. അല്ലാതെ എവിടാണ്ട് പോയി ആരാണ്ട് പറഞ്ഞ് കൈവൊക്കിയാൽ രക്ഷിക്കപ്പെടുമോ? എനിക്കറിയത്തില്ല. ഇത്രയും ഞാൻ ഇച്ചിരി വേഗത്തിൽ പറഞ്ഞത് ഇത് നേരത്തെ അറിയാമെന്നത് കൊണ്ടാണ്. ഒരുപാട് പേര് തെറ്റിദ്ധാരണയിലാണ്. പിന്നെ ആളുകൾ ആവേശം കാട്ടി കൊണ്ടുപോയി ശാനപ്പെടുത്തും. അത് എല്ലാം പിന്നെ എല്ലാം ഓക്കെ. അങ്ങനെയല്ല. സുവിശേഷം അതല്ല. കൃത്യമായിട്ട് നമ്മളൊരു പാപിയാണെന്നും നമുക്ക് ദൈവമുൻപാകെ നമ്മുടെ ബലത്തിലോ നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടോ നിൽപ്പാൻ കഴിയില്ല എന്നുള്ള ബോധ്യം ദൈവാത്മാവ് വചനത്താൽ നമ്മുടെ ഉള്ളത്തിൽ തരണം. നമ്മുടെ അകത്ത് പാപബോധം വരണം. പാപബോധം വരുന്നില്ലെങ്കിൽ മാനസാന്തരം ഉണ്ടാകത്തില്ല. ഞാൻ പാപിയാണ്, and I am damned before God. എൻ്റെ മരണാനന്തരം ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല എന്നത് എനിക്ക് ബോധ്യമാകുമ്പോഴാണ് ഞാൻ പോകുന്ന വഴി ഉപേക്ഷിച്ച് ദൈവത്തിങ്കലേക്കും ദൈവത്തിൻ്റെ പ്രമാണത്തിലേക്കും ദൈവം വെച്ച സുവിശേഷത്തിലേക്കും തിരിയുന്നത്. ഞാൻ പെന്തിക്കോസുകാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രത്യാശ ഇല്ല എന്ന്. എന്നോട് ഒരാൾ പറഞ്ഞാണ്, പാസ്റ്റർ ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല. ഞാനപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു വിശദീകരിച്ച്. അദ്ദേഹത്തിന് രക്ഷയുടെ അനുഭവം ഇല്ല. ഈ അബദ്ധം, ഈ കുരുക്ക്, ഈ വഞ്ചനയിൽ നാം പെടരുത്. കയ്യിൽ നമ്മുടെ ഭാഷയിൽ വേദപുസ്തകം ദൈവം കൃപയാൽ തന്നിരിക്കുന്നു. കാര്യം മനസ്സിലാക്കി വിശ്വാസത്താലുള്ള നീതീകരണം. നമ്മളൊന്നും ചെയ്യല്ല, നമ്മെ നീതീകരിക്കാൻ തമ്പുരാൻ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പ്രവൃത്തിയാലല്ല രക്ഷ, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയാൽ. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 4 ഉള്ളടക്കം പെട്ടെന്ന് ഞാൻ പറയാം. ആദ്യത്തെ 8 വാക്യങ്ങളിൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, സൽപ്രവർത്തികളാൽ അല്ല. എന്താ യഹൂദന്റെ പ്രശ്നം? സൽപ്രവർത്തികളാലാണ് നീതീകരണം എന്നവർ തെറ്റിദ്ധരിക്കുന്നു. അബ്രഹാം സൽപ്രവർത്തികളാലായിരിക്കും നീതീകരിക്കപ്പെട്ടത്. പൗലോസ് അതിനെ ഖണ്ഡിച്ച് പറയാൻ, നോ. ചന്ദ്രദേവനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യനെ ദൈവം വിളിച്ചു വേർതിരിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അദ്ദേഹം വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. ഉൽപ്പത്തി 15:6 നമുക്കത് കാണാം. 4:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്, അല്ലാതെ പരിച്ഛേദനയാൽ അല്ല. അവരെ സംബന്ധിച്ചോളം അതൊക്കെ വലിയ വിഷയങ്ങളാണ്. കാരണം പരിച്ഛേദന പുരുഷന്മാർക്ക് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ സൂചനയായി അവരുടെ ശരീരത്തിൽ ചെയ്യുന്ന ക്രിയയാണ്. അവര് ചിന്തിച്ചത് അബ്രഹാമിനെ ദൈവം അംഗീകരിച്ചത് അദ്ദേഹത്തിന് പരിച്ഛേദന ഉണ്ടല്ലോ. പൗലോസ് പറയുന്നു, ഉൽപ്പത്തി 15 ദൈവം അദ്ദേഹത്തെ നീതീകരിക്കുന്നത്. 17-ാം അധ്യായത്തിൽ ഏകദേശം 14 വർഷം കഴിഞ്ഞാണ് പരിച്ഛേദനയുടെ നിയമം കൊടുക്കുന്നത്. Abraham was not justified by circumcision. He was justified by faith in God and his promises. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്, ന്യായപ്രമാണം അനുസരിച്ചിട്ടല്ല. എന്താ അതിന്റെ തെളിവ്? ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് 430 വർഷം കഴിഞ്ഞിട്ടാണ് ന്യായപ്രമാണം കിട്ടുന്നത്.
അതുകൊണ്ട് അബ്രഹാം ന്യായപ്രമാണം അനുസരിച്ചല്ല നീതീകരിക്കപ്പെട്ടത്, ന്യായപ്രമാണം കൂടാതെയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ വിശ്വാസത്താലാണ് ദൈവം ഒരാളിനെ സ്വീകരിക്കുന്നത് എന്നതാണ് സുവിശേഷത്തിന്റെ വളരെ കാതലായുള്ള കാര്യം. ആദ്യം കൊണ്ടുവരുന്നത് എല്ലാവരും പാപികളാണ്, everyone needs to be justified. രണ്ടാമത് the way of justification. We are justified by faith in Jesus Christ. Faith alone, in Christ alone, by grace alone. അങ്ങനെയാണ് നീതീകരണം. ഇത്രയും പറഞ്ഞ് 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ ദ ഫ്രൂട്ട് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. കണ്ടോ എങ്ങനെയാണ് ഗോസ്പൽ പ്രസന്റ് ചെയ്തതെന്ന്? അല്ലാതെ ആദ്യം എടുത്ത നിനക്ക് ഇങ്ങനെയൊക്കെ നേട്ടമുണ്ട് കേട്ടോ, എന്നാ ഒന്ന് കൈപൊക്കിക്കേ. നോ, അവനത് ബോധ്യമാകണം. ഐ നീഡ് എ സേവിയർ. ഐ കനോട്ട് സേവ് മൈസെൽഫ്. എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. എൻ്റെ പുരോഹിതനോ പാസ്റ്റേഴ്സിനോ എന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ ചെയ്യുന്ന സൽപ്രവർത്തികൾ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. പാപി എന്ന നിലയിൽ ദൈവത്തിന് എന്നോട് അറുപ്പാണ്, കോപമാണ്. എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. അവിടെ ഇതാ ഒരു വഴി ദൈവം തുറക്കുകയാണ്. ഞാൻ നിന്നെ കൊണ്ടുപോകാം. എൻ്റെ പാപത്തെ ദൈവത്തിൻ്റെ പുത്രന്റെ മേൽ ചുമത്തി എനിക്ക് കിട്ടേണ്ട ശിക്ഷ കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ കൊടുത്ത്, അത് ഞാൻ വിശ്വസിക്കുന്ന മാത്രയിൽ പാപക്ഷമ, ക്രിസ്തുവിന്റെ നീതി എനിക്ക് സൗജന്യമായി കണക്കിടുന്നു. ഇതാണ് കാൽവറി ക്രൂശിൽ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ട രക്ഷയില്ല, രക്ഷിക്കപ്പെടുന്നവരാണ് സ്നാനപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ ബെനിഫിറ്റ്സ് ആണ് ജസ്റ്റിഫിക്കേഷൻ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത് നമുക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത. നീതീകരിക്കപ്പെടുന്നത് കേവലം സ്വർഗത്തിൽ പോകാനുള്ള ഗ്യാരണ്ടി മാത്രമല്ല. അത് വലിയ കാര്യമാണ്, പക്ഷെ അത് മാത്രമല്ല, അനേക അനുഗ്രഹങ്ങൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യം കൂടെയാണ് നീതീകരണത്തിൽ. സ്വർഗത്തിൽ പോവും നീതീകരിക്കപ്പെട്ടവർ, കുഴപ്പമില്ല, ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ്. അത് മാത്രമല്ല, ഇപ്പോൾ ദ നൗ ആൻഡ് ദ ഹിയർ വി ഹാവ് ബ്ലെസ്സിങ്സ് വെൻ വി ആർ ജസ്റ്റിഫൈഡ്. അപ്പൊ ഇവിടെ പൗലോസ് സുവിശേഷത്തിന്റെ കാതലായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഒരു പാറ്റേണിൽ നിന്ന് നേരെ തിരിച്ചിട്ടാണ് പലരോടും സുവിശേഷം പറയുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും വേണ്ട നിലയിൽ ഒരു മാനസാന്തരമോ രക്ഷാനിർണയമോ പ്രാപിക്കാതെയാണ് ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ ഇടയിലും പലരും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിലുള്ളവരും സൈറ്റിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഈ സുവിശേഷമൊക്കെ കേൾക്കുമ്പോൾ നാം ശരിക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം, മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരണം. ഇത് കൈ ഉയർത്തിയാവുന്ന നടക്കുന്ന പരിപാടിയല്ല, ഇത് കൈയാഞ്ഞടിച്ചാൽ നടക്കുന്ന പരിപാടിയല്ല. ഇത് അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും, അല്ലെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കും. അതെങ്ങനെയാണ്? പാട്ട് പാടുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, വാക്യങ്ങൾ കാണാതെ അറിയാം, അപ്പോൾ ഞാൻ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടതായിരിക്കും. അത് വഞ്ചനയാണ്. We must be justified by faith in our Lord Jesus Christ. ആരും വഞ്ചിക്കപ്പെടില്ല. അപ്പം നീതീകരിക്കപ്പെടുക എന്ന വാക്ക് ഒരു കോടതി വാക്കാണ്. അതൊക്കെ നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ളതാണെങ്കിലും 2 വാക്ക് അതിനെക്കുറിച്ച് പറയാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ, God is proclaiming us to be righteous. നമ്മളെ നീതീകരിച്ചു എന്ന് പറയുമ്പോൾ നീതിമാനാക്കിയില്ല കേട്ടോ, നമ്മുടെ മേൽ പ്രഖ്യാപിക്കുകയാണ് നീതീകരിച്ചു എന്ന്.
കോടതിയിൽ നമുക്കെതിരെ തെളിവുകളൊക്കെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ്. ഇറ്റ് ഈസ് എ ലീഗൽ ടേം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാനങ്ങ് നീതിയായി, ഇനി ഒരു പാപവും ഇല്ല. നോ. 6-ാം അധ്യായം മുതൽ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ ആ പ്രോസസ്, ആ പ്രക്രിയ നമുക്ക് മനസ്സിലാകും. അപ്പൊ നീതീകരണത്തിൽ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നീതി സൗജന്യമായി നമ്മുടെ അക്കൗണ്ടിൽ ഇടുന്നു, കണക്കിടുന്നു, ഇംപ്യൂട്ട് ചെയ്യുന്നു എന്ന കാര്യം കൂടെ ഞാൻ വേഗത്തിൽ കൂട്ടിച്ചേർക്കുക. ഇനി 1-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഇതിനെ അനുഗ്രഹങ്ങൾ, നീതീകരിക്കപ്പെട്ടവർക്ക് ഉള്ള അനുഗ്രഹങ്ങൾ. ഞാൻ പിന്നെ ദൈവസ്നേഹത്തിൽ പറയാം. ആരാ പ്രവാചകന്മാർ വന്ന് നമ്മളോട് പറഞ്ഞു 2024 നീ വലിയ സംഭവമോ അല്ലെ നീ ഒരു രക്ഷിക്കപ്പെട്ടിട്ടില്ലേ നീ നരകത്തിൽ പോവും. മനസ്സിലാക്കിക്കോണം അത്. കാരണം ഞാൻ പറയുന്നത് ബൈബിളാണ്, ഇതിന് മാറ്റമില്ല. ആളുകൾ വന്നു നിന്റെ കാശ് മേടിക്കാൻ വേണ്ടി അതും ഇതൊക്കെ പറയും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അന്ത്യകാല ശുശ്രൂഷയാണ്. 2000 വർഷമായിട്ട് ഇവിടെ അന്ത്യകാലമാണ്. ശുശ്രൂഷ ഉണ്ട്, നല്ല കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് നമ്മൾ ഓർക്കല്ല നമ്മൾ ഏതാണ്ട് സംഭവമാണ്. നമ്മളെ സംഭവമാക്കുന്നതല്ല വേദപുസ്തകത്തിന് പറയാനുള്ളത്. ഗോഡ് വാണ്ട്സ് ടു ടേക്ക് ഗ്ലോറി ത്രൂ ഈച്ച് വൺ ഓഫ് അസ്. ചിലർക്ക് പണം തരാതെ ഇരുന്നും ദൈവത്തിന് മാത്രം എടുക്കാനുണ്ട്. വേദപുസ്തകത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. അല്ല എല്ലാവരെയും കൂടെ അമ്പാണിയാക്കിക്കൊണ്ട് ദൈവം മഹത്വം എടുക്കുന്നു, അങ്ങനൊന്നും അല്ല. അതൊന്നും വേദപുസ്തകം അല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ആത്യന്തികമായി ദൈവം തരുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്. ആ പുത്രനിലൂടെയുള്ള ആത്മരക്ഷയാണ്. We are blessed in the heavenly places with all spiritual blessings in Christ. അല്ലാതെ ഇവിടുത്തെ ബാങ്ക് ബാലൻസ് ഏതാണ്ട് ചീർത്ത് വരുന്നൊന്നുമല്ല ബ്ലെസ്സിങ്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പലപ്പോഴും ടി വിയിലൂടെ അവിടെ ഇവിടെ ഒക്കെ കേൾക്കുന്നത്. സത്യമായിട്ടും കർത്താവിനെ പിൻപറ്റുന്ന ആളുകൾ പോലും വശീകരിക്കപ്പെടാറുണ്ട്. ഡോണ്ട് യു ബി ഡിസീവ്ഡ്. വേദപുസ്തകം ശ്രദ്ധിക്കണം. ഈ പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ? കൈയെല്ലാവരും കൂടെ കൂട്ടത്തിൽ പാട്ട് പാടി നമ്മളെല്ലാം കൂടെ ഇളകി അങ്ങ് കാഞ്ഞടിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല. രക്ഷിക്കപ്പെട്ടവൻ അടിച്ചാൽ കൊള്ളാം. സോ വെരി കെയർഫുൾ ആയിരിക്കണം നമ്മൾ. കാരണം ഇത് എനിക്ക് ഒരു ലാഘവ അപ്രോച്ച് പറ്റത്തില്ല. എൻ്റെ നിത്യതയെ ബാധിക്കുന്ന കാര്യമായത്. എടാ, ഞാൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ സ്വർഗത്തിൽ പോകത്തില്ലെങ്കിൽ ഞാനപ്പോൾ ഈ ജീവിച്ച മുഴുവൻ ഒരു ഡിസപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലിയ ചതിവ് ലോകത്തിലുണ്ടോ? ഇവിടെ ഞാൻ കണ്ണടച്ചു, കണ്ണു തുറക്കുന്ന നിത്യതയിൽ, then it's too late. ഇന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കണം, ശോധന ചെയ്യണം. Am I really in the faith? നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ മക്കളെന്ന നിലയിൽ അവരിവിടെ വരാൻ നിർബന്ധിതരാണ്. അവരുടെ സ്വന്തം ഹിതത്തിൽ അവർ വന്നു എന്ന് പറയാനൊക്കത്തില്ല. അവർ പ്രേരണ നിമിത്തമാണ് ഇവിടെ ആയിരിക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ട ആശയം നിന്റെ കരിയർ ദൈവം അനുഗ്രഹിക്കും. നീ 3 അധ്യായം വെച്ച് വായിച്ചാൽ നീ ഏതാണ്ട് സംഭവം എന്തായി പറയുന്നതിൻ്റെ അർത്ഥം എനിക്കറിയില്ല. മോളെ രക്ഷപ്പെട്, മോനെ രക്ഷപ്പെട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വീട് തീ കത്തുമ്പോൾ നെയ്ബറായിരിക്കുന്ന എനിക്കുണ്ടാകുന്ന ആവേശം പോലെ, അല്ലെ എൻ്റെ വീട് തീ കത്തുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട്, എനിക്കുണ്ടാകുന്ന ആവേശം പോലെയാണ് എനിക്കിതിനകത്തുണ്ടാകേണ്ടത്. മോനെ മകളെ, എടാ, എല്ലാത്തിലും നീ തോറ്റാലും വിഷയമല്ല, നീ രക്ഷപ്പെട്. സത്യമായിട്ടുള്ള സുവിശേഷം പറയണം മക്കളോടും കൊച്ചുമക്കളോടും എല്ലാവരോടും. അല്ലെങ്കിൽ നാം കൈവിടപ്പെട്ടു പോകും. ആടിപ്പാടി തുള്ളിച്ചാടി ഒക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും കാര്യം നടക്കത്തില്ല. കൃത്യമായി സുവിശേഷത്തിൻ്റെ സത്യം മനസ്സിലാകണം. എൻ്റെ പിള്ളേർ നല്ല പിള്ളേരാ ആയിരിക്കാം, പക്ഷെ സുവിശേഷം അംഗീകരിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപമാണ് കുഞ്ഞിൻ്റെ മേൽ. കൃത്യമായിട്ടത് മനസ്സിലാക്കണം. ഇവിടെ വന്ന് നിങ്ങളെ ആരെയും ഞാൻ വഞ്ചിക്കാൻ തയ്യാറല്ല. എൻ്റെ വാക്കുകൾ കഠിനമായിട്ട് തോന്നും, വേദപുസ്തകമാണ് ഞാൻ പറയുന്നു.
ഒന്നാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം മലയാളത്തിൽ എഴുതാത്ത ഒരു വാക്ക് ഇംഗ്ലീഷ് പരിഭാഷയിൽ ആദ്യമുണ്ട്, therefore. അതുകൊണ്ട്. ആ ഒരൊറ്റ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മേൽപ്പറഞ്ഞ അധ്യായങ്ങളുമായി 5-ാമത്തെ അധ്യായം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞാൽ 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം മുതൽ 4-ന്റെ 25 വരെ ഈ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം വിശദീകരിച്ച് കഴിഞ്ഞു. അതുകൊണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് ദൈവത്തോട് എനിക്ക്, ഒരു ദൈവ പൈതലിന്, നീതീകരിക്കപ്പെട്ടവന് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, having been justified by faith. ആ വാക്കുകളുടെ ടെൻസ് ഒന്ന് നോയികെ, അത് പാസ്റ്റ് ടെൻസില എന്ന് പറഞ്ഞാൽ നാം വിശ്വാസം അർപ്പിച്ച ആ സെക്കൻഡിൽ തന്നെ യേശു നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായി മാറി. വിശുദ്ധനായ ദൈവം നമ്മെ അംഗീകരിച്ചു. We were justified. We have been justified. Having been justified by faith. അതൊരു ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷനാണ്. അത് വിശ്വാസത്താലാണ് നടന്നത്, വാട്ടർ ബാപ്റ്റിസത്താലല്ല, നല്ല പ്രവൃത്തിയാലല്ല, ചർച്ച് മെമ്പർഷിപ്പിൽ എഴുതിയതുകൊണ്ടല്ല. ഞാൻ മെമ്പർഷിപ്പിൽ ഒപ്പുവെച്ചു, നല്ല കാര്യമാണ്. ഞാൻ ദശാംശം കൃത്യമായി കൊടുത്തു, നല്ല കാര്യമാണ്. കൊടുക്കണം എല്ലാവരും. പക്ഷെ അതുകൊണ്ടല്ല നീതീകരണം. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താല. യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് തിരുവെഴുത്തിലൂടെ കിട്ടിയ വെളിപ്പാടിൽ അർപ്പിച്ച ആശ്രയത്താലാണ് എന്നെ പിതാവാം ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നത്. Praise the Lord. By faith alone. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവും കർത്താവുമായി എനിക്ക് ആ നീതീകരിക്കപ്പെട്ട സെക്കൻഡിലായി തീരുകയാണ്. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ലോകത്തിന്റെ പാപത്തിന്റെ പാതയിൽ നിന്ന്, ആ പർസ്യൂട്ട് ഓഫ് സിന്നിൽ നിന്ന് ഒരു അബൌട്ട് ടേൺ എനിക്കുണ്ടാകണം. ഞാൻ പോയ പാപ വഴികളിൽ സുവിശേഷം കേട്ടു, ക്രിസ്തുവിങ്കലേക്ക് തിരിയുന്ന മാനസാന്തരവും വിശ്വാസവും എന്നിലുണ്ടാകണം. അല്ലാതെ കൈപൊക്കി പിന്നെയും നടക്കുന്നത് വേറൊരു പാതയാണെങ്കിൽ nothing has happened inwardly. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട്, ഞാൻ 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ആ വാക്യം മുഴുവനായിട്ടൊന്ന് വായിച്ചേ. വേറെ 1-2 വാക്കുകളൂടെ നിങ്ങളുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരാൻ താല്പര്യപ്പെടുക. ഒന്ന് വായിക്കാമോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമുക്ക് പൗലോസ് പറയാ എന്ന് പറഞ്ഞാൽ all of us believers, നമുക്ക് എല്ലാ വിശുദ്ധനെ അതിനകത്തുണ്ട്. നമുക്ക് we എന്ന് പറഞ്ഞാൽ എല്ലാ ജെനുവിൻ ബിലീവറും വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. Everyone who believes in Jesus Christ, ഇവരാണ് ജെനുവിൻ ട്രൂ ബിലീവർ. അല്ലാതെ ആരോ സ്പെഷ്യൽ ക്രിസ്ത്യൻസിന് വേണ്ടിയല്ല. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അടുത്തത് കേൾക്കണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇനിയും ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം നീതീകരിച്ചയാളിനുണ്ടാകുന്ന ആദ്യത്തെ ഗുണം, ഫലം, പ്രയോജനം, ദൈവത്തോട് സമാധാനമുണ്ട്. അത് നമ്മുടെ അകത്ത് ഒന്ന് സിങ്ക് ചെയ്യണം. അത് എഴുതിയിരിക്കുന്ന ഒരു പ്രസന്റ് ടെൻസില്ല. We have
നമ്മളെ നീതീകരിച്ച് കഴിഞ്ഞ് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഈ ദൈവത്തോട് സമാധാനം? രണ്ട് തരത്തിൽ സമാധാനമുണ്ട് ദൈവവചനത്തിൽ തന്നെ. ഒന്ന്, നമ്മുടെ ഉള്ളിൽ സങ്കട, വിഷമ, പ്രയാസ, പ്രതിസന്ധിയിൽ എനിക്ക് ഭയങ്കര ദൈവത്തിൻ്റെ സമാധാനം ഉണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. അത് വേണം, അത് സബ്ജക്റ്റീവ് പീസാണ്. പൗലോസ് ഇവിടെ പറയുന്നത് നീതീകരിക്കപ്പെട്ടവർക്ക് ദൈവത്തോട്, ദൈവത്തിൻ്റെ സമാധാനമല്ല, ദൈവത്തോട് ഒബ്ജക്റ്റീവ് പീസ്. അതാ ഞാൻ പറഞ്ഞ രണ്ട് തരത്തിലാ സമാധാനം. മറ്റേത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റേത് എല്ലാവർക്കും ആവശ്യമാണ്. ഇൻഫാക്ട് ഈ ഒബ്ജക്റ്റീവ് പീസ്, ദൈവത്തോട് എനിക്ക് സമാധാനം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം പ്രതികൂല പ്രതിസന്ധിയിൽ എൻ്റെ ഉള്ളത്തെ ഭരിക്കും. മനസ്സിലാക്കണേ, മനസ്സിലാക്കണേ. രണ്ടു തരത്തിലുണ്ട്. നമുക്കറിയാം ഈ സബ്ജക്റ്റീവ് പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളത്തിൽ അനുഭവിക്കുന്ന ഒരു സമാധാനത്തെക്കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അത് കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദത്തമാണ്, അത് ആവശ്യമാണ്. ഇത് ശിഷ്യന്മാരോടാണ് ഇവിടെ പറയുന്നത്. ക്രൂശിക്കപ്പെടുന്നതിന് തലേ രാത്രി, ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസമോ പ്രതികൂലത്തിലൂടെയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമെന്ന ഒരു ഭാഷ, ഈ പടക് മുങ്ങുമാറ ഇളകി മറിയുന്നുണ്ടെങ്കിൽ ദൈവം അവിടുത്തെ സമാധാനം നമ്മുടെ ഉള്ളത്തിൽ തരും, അതിന് സംശയമില്ല. എന്നാൽ റോമാലേഖനം 5:1 ആ സമാധാനമല്ല. ഡിസ്റ്റിങ്യൂഷ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാവുന്ന വേറൊരു വാക്യമാണ് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-7 വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. പ്രൈസ് ഗോഡ്, വി നീഡ് ദാറ്റ്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രതികൂലത്തിലൂടെ സഭ കടന്നു പോകും, കുടുംബങ്ങൾ കടന്നു പോകും, വ്യക്തികൾ കടന്നു പോകും. നമ്മളെ അവിടെ പിടിച്ചു നിർത്തുന്നത് പ്രശ്നങ്ങൾ മാറിയിട്ടല്ല, പ്രശ്നത്തിന്റെ നടുവിലും ദ പീസ് ദാറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, അത് ഇറ്റ് ഈസ് നെസസറി. പക്ഷെ അത് ആർക്കാണ്? 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ റോമാലേഖനത്തിൽ പറയുന്നത് നീതീകരിക്കപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ അല്ല, ദൈവത്തോട് സമാധാനം. പീസ് വിത്ത് ഗോഡ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പീസ് ദാറ്റ് പാസത്ത് അണ്ടർസ്റ്റാൻഡിങ് വിച്ച് ഗാർഡ്സ് അവർ ഹാർട്ട്. അത് തീർച്ചയായിട്ടും ബ്ലെസ്സിങ് തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് പീസ് വിത്ത് ഗോഡ്. ഒരു ദൈവത്തിൻ്റെ ദാസൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നത്, this is a bigger deal than peace of God. ശരിയല്ലേ? ശരിക്ക് ചിന്തിച്ചാൽ ദൈവത്തോട് എനിക്ക് സമാധാനമില്ലെങ്കിൽ ഐ എം ഇൻ ട്രബിൾ. വേറെ എന്ത് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞാലും ഐ എം ഇൻ ബിഗ് ടൈം ട്രബിൾ. എന്നാൽ ദൈവത്തോട് സമാധാനമുള്ളവന് ദൈവത്തിൻ്റെ സമാധാനം ഉള്ളിൽ വേണം. അപ്പൊ രണ്ട് സമാധാനം എന്ന കാര്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയോ. ഒന്ന് സബ്ജക്റ്റീവാണ്, മറ്റേത് ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു ഫീലിംഗ് അല്ല. നിയമപരമായി ദൈവത്തിൻ്റെ കോടതിയിൽ കുറ്റവിമുക്തനാക്കി തീർത്തപ്പോൾ ദൈവവുമായിട്ടുള്ള എൻ്റെ എനിമിറ്റി അവിടെ തീരുകയാണ്, ദൈവവുമായിട്ട് സമാധാനമായി. മറ്റേത് പ്രതികൂല സാഹചര്യത്തിൽ സബ്ജക്റ്റീവ്, അതൊരു ഫീലിംഗ് ആണ്. നല്ല എന്താ വന്നേലും എനിക്കൊരു സമാധാനം. എത്രയോ പേര് അങ്ങനെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, നല്ല കാര്യം. അത് നമുക്ക് ആവശ്യമാണ്, നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഞാനിത് ഡിസ്റ്റിങ്യൂഷ് ചെയ്തത് നിങ്ങൾക്ക് ഈ 5-ന്റെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം,
ആ വാക്യം ഈ പ്രിയ മോൾ വായിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നുകൂടെ വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട്, നമ്മൾ വിശ്വാസത്താൽ നീതീകരണം നമ്മുടെ പ്രവൃത്തിയല്ല. നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം. അതും അങ്ങനെ മാത്രമേ നീതീകരണം നടക്കത്തുള്ളൂ. പിന്നീട് അത് പറയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ആ ദൈവത്തോട് സമാധാനമുണ്ട്. വളരെ ക്ലിയർ അല്ലേ? നീതീകരിക്കപ്പെട്ടയാളിന് ദൈവത്തോട് സമാധാനം ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ അന്തർലീനമായി കിടക്കുന്ന ആശയം, നീതീകരിക്കപ്പെടാത്തവർ ദൈവവുമായിട്ട് യുദ്ധത്തിലാണെന്നല്ലേ? മനസ്സിലായിക്കോണോ? ഇത് ഉരുട്ടിപ്പരട്ട് പരിപാടി കൊണ്ട് നടക്കത്തില്ല. ഒന്നുകിൽ യു ആർ ജസ്റ്റിഫൈഡ്, അല്ലെങ്കിൽ യു ആർ ആൻ അൺബിലീവർ. ഒരവിശ്വാസിയാണെങ്കിൽ യു ആർ അറ്റ് എനിമിറ്റി വിത്ത് ഗോഡ്. നിങ്ങൾ ദൈവവുമായിട്ട് ശത്രുതയിലാണ്. എനിക്ക് പക്ഷെ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. തോന്നണ്ട. ഇതാണ് ബൈബിള് പറയുന്നത്. ഇതാണ് ലീഗൽ കാര്യം. രക്ഷിക്കപ്പെടാത്ത നമ്മുടെ മക്കൾ ദേ ആർ അറ്റ് എനിമിറ്റി വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് നമുക്ക് സമാധാനം വരാൻ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ദൈവം നമ്മളെ നീതീകരിക്കണം. ക്രിസ്തുവിന്റെ നീതി വിശ്വാസത്താൽ നമുക്ക് കണക്കിടണം. ആ നിമിഷം വരെ we are at enmity with God. ഇനി രക്ഷിക്കപ്പെട്ടവരോട് ഞാൻ പറയാം, നമുക്കൊരു പൂർവ്വകാലമുണ്ട് when we were at enmity with God. എത്ര ഗൗരവമായി ഈ കാര്യം! ഇത് പറഞ്ഞാണ് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നീ തകർന്ന് താരിപ്പളമാകും. ദൈവം നിനക്ക് വിപരീതമായി നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം ഇത് മനസ്സിലാക്കണം. കാശുള്ളത് കൊണ്ട് ദൈവാനുഗ്രഹമാണെന്ന് തെറ്റിദ്ധാരണയാണ്. ദൈവം ഇല്ലെന്ന് പറയുന്നവന് കാശില്ലേ? ഇന്ന് ഈ പ്രസംഗം ഞാൻ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ നിർത്തും. ഇവിടെ ഇരിക്കേണ്ട സകലരും പരിശോധിക്കേണ്ടത് ഇതാണ്: ആർ യു an enemy of God or are you in peace with God? ഇത് നന്നായി നമ്മൾ മനസ്സിലാക്കണം. അവരവരെ ശോധന ചെയ്യണം. ദൈവത്തോട് സമാധാനം എന്ന് പറയുമ്പോൾ ഓബ്വിയസ് ആണ്, അവിശ്വാസി ദൈവവുമായിട്ട് കടുത്ത എതിർപ്പിലാണ്. എങ്ങും പോകണ്ട. റോമാലേഖനം 5:10 നോക്കിയാൽ മതി. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അപ്പൊ നേരത്തെ നമ്മൾ ശത്രുക്കളായിരുന്നു. ഇത് അംഗീകരിക്കാൻ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പാപം യൂണിവേഴ്സലാണ്. മനുഷ്യവർഗത്തെ പാപം എന്ന വൈറസ് കാർന്നു തിന്നുകയാണ്, കടന്നുകൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്വഭാവത്താൽ തന്നെ മനുഷ്യൻ ദൈവത്തിന്റെ എതിരാളിയാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പാപം ചെയ്യുവാനുള്ള ടെൻഡൻസിയും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വിപരീതമായി പ്രവർത്തിച്ച് പുളഞ്ഞവരാണ്. We have sinned and sinned and sinned. Praise the Lord. ഇതുകൊണ്ടാണ് ഞാൻ ഈ രക്ഷയുടെ കാര്യം എംഫസിസ് ചെയ്യുന്നത്. ചുമ്മാതെ ഒരു ഇമോഷണൽ ആയിട്ടൊരു ഫീലിംഗ്, എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, ഫീലിംഗോ ഹീലിംഗോ ഒന്നും അല്ലിത്. ആർ യു an enemy of God or are you at peace with God? ആളുകളെല്ലാം യോഗങ്ങൾക്ക് വന്ന് ഇളക്കി നമ്മളെ ഒരു വൈകാരി. കാരണം എന്താ? ബ്രദറെ, ജനത്തെ പിടിച്ച് നിർത്തണം, അല്ലെ ഉമ്മാരൊക്കെ പോകും. നമുക്കൊരു ഒരു മണ്ഡലം ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഒരു മണ്ഡലവും ക്രിയേറ്റ് ഇല്ല. ഇവിടെ പഥ്യമായ സത്യകാര്യം പറയും. അതെന്തിനാ? അതാണ് ദൈവസ്നേഹം. നിങ്ങളെ സുഖിപ്പിക്കാനല്ല ഇന്ന് പകൽ എൻ്റെ പ്രസംഗത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. I want to tell you the truth. And truth is always hard.
എൻ്റെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അന്തരാത്മാവിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് ഇന്ന് ചിലർ ദൈവവുമായി സമാധാനത്തിലേക്ക് കടന്നു വരട്ടെ. ഓൺലൈനിലാകട്ടെ, ഇവിടെ ഇരിക്കുന്ന സൈറ്റിലാകട്ടെ, രക്ഷാനിർണയം പ്രാപിക്കാത്ത ഉപരിപ്ലവ തലത്തിൽ മാത്രമാണെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്. പലരും ഈ രക്ഷാനിർണയം ഇല്ലേലും അങ്ങനൊന്നും എനിക്കെന്നിട്ടൊന്നും തോന്നല്ലോ. ഞാനിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു ദൈവം എന്നോട് കോപിച്ചിരിക്കുന്നു എന്നിട്ട് ഇരിക്കുന്നെങ്കിൽ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്നത് നമുക്ക് ബോധ്യമില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ചിന്ത. When you understand the gravity of the holiness of God, you will understand that a sinner has no place in his sight. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന് 36-ാം വാക്യം നോയിക്കേ. wrath of Godനെ കുറിച്ച് പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നേ ഉള്ളൂ. The wrath of God is upon him. അങ്ങനെ ഇരിക്കുമ്പോഴാ എൻ്റെ മോളെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്കും, എൻ്റെ മോൻ സ്റ്റെത്തസ്കോപ്പ് ഇട്ട് ജയപ്പൂരിൽ കൊണ്ടുപോകും. അവൻ്റെ മേൽ ദൈവകോപം അവൻ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്കതല്ല വിഷയം. കരിയറിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ പാസ്റ്ററെ, ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചോണേ. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ശരിയാകത്തില്ല. യു ബ്രിങ് ഹിം ടു ദ ഗോസ്പൽ. അവന് അല്ലെങ്കിൽ അവൾക്ക് ബോധ്യമാകണം അവൻ പാപിയാണ്, ദൈവത്തോട് അവൻ മത്സരിയായി നിൽക്കുന്നു. ഹി നീഡ്സ് ദ പീസ് വിത്ത് ഗോഡ്. സ്തോത്രം. മനുഷ്യനും ദൈവവുമായി ഒരു ലോങ് സ്റ്റാൻഡിങ് ക്വാറൽ ഉണ്ട്. മാനവജാതിയുടെ ഉൽപ്പത്തി മുതൽ ദൈവവും മനുഷ്യനുമായി ഒരു വലിയ യുദ്ധത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 2:16-17 വാക്യങ്ങളിൽ ദൈവം ഒരു കൽപ്പന കൊടുക്കുന്നു. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ. ഉൽപ്പത്തി 3:6 മുതൽ 9 വരെ മനുഷ്യൻ പാപം ചെയ്തു, അവൻ തിന്നു. അന്ന് മുതൽ ദൈവവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വാസ് ബ്രോക്കൺ. അവിടാണ് ഈ മത്സരം തുടങ്ങുന്നത്. എന്നിട്ട് റോമാലേഖനം 5-ാം അധ്യായം, നമ്മൾ ഈ എടുത്തിരിക്കുന്ന അധ്യായത്തിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ, ആദാമ്യ സന്തതി എന്ന നിലയിൽ മാനവജാതി മുഴുവനും പാപികളാണ്. 5:12 നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മൾ കുറ്റക്കാരാണെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അന്ന് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതായി മത്സരം, ഈ വോർ, ഈ അകൽച്ച. ആ ഏകന്റെ ലംഘനത്താൽ ആദാമ്യ സന്തതി പരമ്പര മുഴുവനും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പാപികളാണ്. ദൈവത്തോട് അവർക്ക് സമാധാനം ഇല്ല. God is their enemy. They have a sinful nature. യെശയ്യാ പ്രവചനം 59:2, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപമത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഇതിന്റെ വെളിച്ചത്തിലാണ് റോമർ 1:18 വായിക്കേണ്ടത്. എന്താ പറയുന്നത്? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. God is angry. Really, God is angry? I will tell you, he is angry every day with the sinner. നേരാണോ? സങ്കീർത്തനം 7:11, ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദൈവം
ദിവസം പ്രതി കോപിക്കുന്നു. God is angry. He hates the sin that sinners are committing. He is a holy God. അത് വെച്ചരെ ഇത് വെച്ചരെ എല്ലാം വെച്ചരെ അതല്ല വേദപുസ്തകം പറയുന്നത്. അതല്ല വേദപുസ്തകം പറയുന്നത്. ഇവിടെ വന്ന് നരകത്തിൽ പോകരുത്, ദൈവത്തെ ഓർത്ത്. കൃത്യമായിട്ട് നമുക്ക് സുവിശേഷത്തെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ കോപമുണ്ട്. നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റിയത് പാപമാണ്. ആദാമ്യ കുലത്തിൽ നാം പിറന്നു എന്ന കാരണത്താൽ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ we are a sinner in front of a holy God. അമ്മ പ്രസവിച്ചു കഴിഞ്ഞ് നമ്മൾ ഏതോ പാപം ചെയ്തത് കൊണ്ട് പാപി ആയതല്ല, പാപി ആയതുകൊണ്ടാണ് ഈ പാപം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സമാധാനമില്ല ദൈവവുമായിട്ട്. സമാധാനം വരുത്താനാണ് മതങ്ങൾ അതുകൊണ്ട് ചെയ്യുന്നു, ഇതുകൊണ്ട് ചെയ്യുന്നു. ടു അപ്പീസ് ഗോഡ്, ടു സാറ്റിസ്ഫൈ ഗോഡ്. അവിടെയാണ് വേദപുസ്തകം പറയുന്നത് ഇത് മുഴുവനും കറപുരണ്ട തുണി പോലെയാണ്. ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ട്. ഈ ശത്രുത ഒന്ന് അവസാനിപ്പിക്കാൻ ദൈവം ഒരു വഴി വെച്ചതാണ് കാൽവറി ക്രൂശിൽ ദൈവത്തിന്റെ പുത്രന്റെ യാഗം. നിങ്ങൾ എത്ര നല്ല പിള്ള ചമഞ്ഞാലും സുവിശേഷം ഏറ്റെടുത്തില്ലെങ്കിൽ ദൈവത്തിന്റെ കോപമാണ് നിന്റെ മേൽ. ബൈബിൾ അതാ പറയുന്നത്. എന്നെ ചിലപ്പോൾ ഇടിക്കാൻ തോന്നും നിങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് എന്നെ ഇടിച്ചോ, എനിക്ക് നമുക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ സത്യമാണിത്. പ്രൈസ് ദി ലോർഡ്. 10-ാം വാക്യത്തിൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ ഇൻഡിഫറൻ്റ് ആണ്, ആക്റ്റീവ് റിബല്യനിലാണ്, പാപത്തിൽ പുളയുന്നവരാണ് അവിശ്വാസിയായ ആളുകൾ. ഗോഡ് ഹേറ്റ്സ് സിൻ. എഫേസ്യ ലേഖനം 2:1-3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പരസ്യമായിട്ട് വായിക്കുന്നില്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. എന്നിട്ട് മുൻപേ ഉള്ള നമ്മുടെ സ്ഥിതിയെക്കുറിച്ച് 2-ാം വാക്യവും 3-ാം വാക്യവും ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ കോപത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് ആരും നമ്മളെ ചതിക്കരുത്. ഞാൻ കുറെ വാക്യങ്ങൾ അങ്ങ് പറയാം. 1 തെസ്സലോനിക്കർ 1:10, വെളിപ്പാട് പുസ്തകം 14:9-10 വാക്യം, വെളിപ്പാട് പുസ്തകം 20-10 വാക്യവും 15-ാം വാക്യവും. എവിടെയാണ് ഇങ്ങനെ കോപത്തിന്റെ മക്കളൊക്കെ അവസാനിക്കാൻ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ വാക്യത്തിലേക്ക് വരണം. 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം. ഇതിന് പരിഹാരം എവിടെയാണ്? ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തെ അർത്ഥം നീതീകരിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തോട് നാം ശത്രുതയിലാണ്. അവിശ്വാസികളെല്ലാം ദൈവത്തോട് ശത്രുതയിലാണ്. അപ്പൊ ദൈവം ഈ ശത്രുതയ്ക്ക് ഒരു പരിഹാരം കൊണ്ടുവരുന്നു. അതും 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം. അങ്ങനെയാണ് ദൈവത്തോട് നമുക്ക് സമാധാനം കിട്ടുന്നത്. ഒരു മധ്യസ്ഥൻ ഇതിനാവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലമാണ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നത്. ആ വാക്യം പൂർണ്ണമായിട്ടൊന്ന് വായിച്ചേ. 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം. അല്ലെങ്കിൽ യേശുക്രിസ്തുവിനാൽ അല്ലാതെ ദൈവവുമായി ഭൂമിയിലെ ഒരു മനുഷ്യനും സമാധാനം ഉണ്ടാകത്തില്ല. You will be at enmity with God. ഞാനും ദൈവവുമായിട്ടുള്ള വിച്ഛേദിക്കപ്പെട്ട ബന്ധത്തെ, നല്ലൊരു ബൈബിൾ വാക്ക് പറയാം, നിരപ്പിക്കാൻ, രമ്യതപ്പെടുത്താൻ, അനുരഞ്ജനമാക്കുവാൻ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ഈ താണഭൂമിയിൽ വന്നു. ദൈവത്തിന്റെ കരവും മനുഷ്യന്റെ കരവും കൂടെ ഒരുമിച്ചാക്കി ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്നു. അതാണ് കാൽവറി ക്രൂശിൽ നടക്കുന്നത്. അതിന് ദൈവത്തിന്റെ പുത്രൻ ദൈവമായിരിക്കണം,
മനുഷ്യനുമായിരിക്കണം. മനുഷ്യനെ റെപ്രസെന്റ് ചെയ്യുന്നു, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് ദ മീഡിയേറ്റർ റീകൺസൈൽ ചെയ്യുകയാണ്. രണ്ട് എതിരാളികളായി നിൽക്കുന്ന പാർട്ടികളെ അവിടുന്ന് സ്വന്തമായി യാഗമായി തീർന്ന് നമ്മളെ, എന്നെയും ദൈവത്തെ തമ്മിൽ അനുരഞ്ജനപ്പെടുത്തുന്നു, രമ്യതപ്പെടുത്തുന്നു. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് പകൽ ഇവിടെ വരുമ്പോൾ എന്നെ ആരാധനയ്ക്ക് പ്രോത്സാഹിപ്പിക്കാൻ എനിക്കൊന്നും വേണ്ട. കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിൽ കൃപയാൽ വിശ്വസിപ്പാൻ ഇവിടെയുള്ള ദൈവമക്കൾക്ക് ദൈവം ഭാഗ്യമൊരുക്കിയതുകൊണ്ട് നമുക്ക് ശക്തിയോടെ വിശ്വാസത്തോടെ പറയാം, യെസ്, ഐ ആം അറ്റ് പീസ് വിത്ത് ഗോഡ്. ഒരിക്കൽ എനിക്ക് ദൈവത്തോട് സമാധാനമില്ലായിരുന്നു. ഐ വാസ് അറ്റ് എനിമിറ്റി. കൃപയാൽ ഈ വീണ്ടെടുപ്പ് മൂലം യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്താൽ ആ കോപത്തിന്റെ മട്ടാണ് ദൈവത്തിന്റെ പുത്രൻ കാൽവറിയിൽ കുടിച്ചത്. മറക്കരുത്. ആണ് കാൽവറിയിൽ നടക്കുന്നത്. എന്നെ വെറുതെ വിടാനൊക്കത്തില്ല, നിങ്ങളെ വെറുതെ വിടാനൊക്കത്തില്ല. യേശുക്രിസ്തു മൂലം യേശു എന്ത് ചെയ്തു? കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തെ യേശു ചെയ്തതായി കണക്കിട്ട് നമ്മളുടെ മേൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ കോപത്തിന്റെ മട്ട് ദൈവത്തിന്റെ പുത്രന്റെ മേൽ ഫുൾ ഫോഴ്സിൽ ഒഴിച്ചു. അതിന്റെ ലാസ്റ്റ് തുള്ളി മട്ട് വരെ അവിടുന്ന് ഏറ്റെടുത്തു. ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ അവിടുന്ന് അത് കുടിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിപ്പാൻ ആ ദൈവം എനിക്ക് കൃപ തന്നത്, നിങ്ങൾക്ക് കൃപ തന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിഹാരമുണ്ടാക്കി കഴിഞ്ഞു. യേശു ക്രിസ്തു മൂലം അല്ലാതെ ഒരു പരിഹാരമില്ല. ഞാൻ ഏതോ ഒരു പള്ളിയിൽ ചേർന്നതുകൊണ്ടോ സംഘടനയിൽ ചേർന്നതുകൊണ്ടോ ആരാണ്ട് തലേ കൈവച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ ആരാണ്ട് എനിക്ക് നേരെ പ്രവചിച്ചത് കൊണ്ടോ അല്ല എൻ്റെ നീതീകരണം നടക്കുന്നത് കാൽവരി ക്രൂശിൽ. യേശുവിൻ്റെ നീതി ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് കണക്കിടുകയാണ്. എൻ്റെ പാപത്തെ അവിടുന്ന് ചുമന്നത് കൊണ്ട് പാപക്ഷമ എനിക്കുണ്ടാകുകയാണ്. ഒരൊറ്റയാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ന് പകൽ ദൈവമാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്. ലളിതമായ സുവിശേഷം ദൈവമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. റോമാലേഖനം പലരും കട്ടിയാണ്. സുവിശേഷം എത്ര ലളിതമാണ്. അത് വിശ്വസിക്കാൻ മനസ്സ് വെച്ചാൽ, ശനിയാഴ്ച രാത്രി കുറച്ചുകൂടെ നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ ഞായറാഴ്ച വന്ന് സുബോധത്തോടെ ഇരുന്ന് ഇത് കേൾക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ലളിതമാണ് സുവിശേഷം. നമ്മളാണ് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളിതൊന്നുകൂടെ ധ്യാനിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം മകള് വായിച്ച് ഞാനിവിടെ ക്ലോസ് ചെയ്യാം. എന്താണ് വിഷയം? ദ ബെനിഫിറ്റ്, ദ ഫ്രൂട്ട് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. എന്നാ കിട്ടി രക്ഷിക്കപ്പെട്ടിട്ട്? 10 കോടി കിട്ടി. 10 കോടി എന്തോ ഇരിക്കുന്നു, 100 കോടി എന്തോ ഇരിക്കുന്നു. എടാ, ദൈവവുമായിട്ട് യുദ്ധത്തിലായിരുന്ന എന്നെ നിരപ്പിച്ചു കർത്താവ്. എനിക്കിപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട്. അത് 100 അല്ല, 1000 അല്ല, ഭൂലോകം മുഴുവൻ വിറ്റാ കിട്ടത്തില്ലത്. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ ഹൃദയത്തെ തുറന്ന് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തത് വിശ്വസിക്കാൻ എന്നേക്കാൾ മിടുക്കന്മാർ എൻ്റെ കുടുംബത്തിലുണ്ട്, എന്നേക്കാൾ വിദ്യാസമ്പന്നർ എൻ്റെ കുടുംബത്തിലുണ്ട്. അവർക്ക് മനസ്സിലാകാതിരിക്കുന്ന, അവർ മത്സരിച്ചെന്ന് നിൽക്കുമ്പോൾ എളിയവനായ എൻ്റെ ബുദ്ധിയെ തുറന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. What a mighty God we serve. Hallelujah. ഒരു പ്രാവശ്യം നമ്മൾ വായിച്ച we will stop. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അങ്ങനെയാ നീതീകരണം നടന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കർമ്മമാർഗത ഇസ് ഫ്രീ, ഇറ്റ്സ് എ ഗിഫ്റ്റ്. വിശ്വാസത്താൽ ഞാൻ റിസീവ് ചെയ്തതാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ, അങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അല്ലാതെ രക്ഷയില്ല. ദൈവം വെച്ച ഒറ്റ വഴിയേ ഉള്ളു പൊന്നു സുഹൃത്തേ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്ക്
ദൈവത്തോട് സമാധാനമുണ്ട്. ഇത് രുചിച്ചറിയണം. ഇത് വചനത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു ദൈവ പൈതൽ ലോകം മുഴുവനും ഇളകി മറിയുമ്പോൾ നീ പറയണം, നോ, ഐ ആം അറ്റ് പീസ് വിത്ത് മൈ ഗാഡ്. ഓ റിയലി? യെസ്, ഐ ആം ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. മരിക്കാൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും അച്ചോ അമ്മ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. ഐ ആം അറ്റ് പീസ് വിത്ത് ഗോഡ്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ചേർക്കപ്പെടും. കാരണം ഞങ്ങൾ തമ്മിലുള്ള ആ എനിമിറ്റി കഴിഞ്ഞു. എൻ്റെ കർത്താവ് മുഖാന്തരം യേശുക്രിസ്തു മൂലം എനിക്ക് ദൈവവുമായി നിരപ്പിലായി. മരണമെനിയും ഭയമല്ല. സ്തോത്രം. ഇതാണ് അകത്ത് വരേണ്ടത്. കണ്ടോ, ഇത് വചനത്താലായി ഉറപ്പ് കിട്ടുന്നതല്ല. പ്രവാചകൻ പറഞ്ഞു ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോമോ? എനിക്കറിയത്തില്ല. പണ്ടൊരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, നീ ചത്തു പോകുന്നു. കറക്റ്റ് ദൂതാ, നമ്മളെന്തെങ്കിലും ചാകണ്ടേ? പക്ഷെ അന്ന് എനിക്കിത് 10 വർഷം മുമ്പാ. ഇന്നായിരുന്നേ ഞാൻ തിരിച്ചു പറഞ്ഞു, പ്രവാചകൻ ഞാനും കാണുന്നു, അങ്ങ് ചാവും. മരണം പറഞ്ഞ് ആരെയും പേടിപ്പിക്കാൻ ഒക്കത്തില്ല. When you are at peace with God, it is a reality. വേദപുസ്തകത്തിൽ എഴുതി ഈ കാര്യം റിയൽ ആണ് ലൈഫിൽ. എന്താ ബ്രദർ ഭയങ്കര വിശുദ്ധനായിരിക്കും അല്ലേ? ബ്രദറെ, കൃപയാൽ കർത്താവിലൂടെയുള്ള ആത്മരക്ഷ ഞാൻ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ അവിടുന്ന് എന്നെ കൈക്കൊണ്ടു. അവിടുത്തെ ആത്മാവ് എൻ്റെ അകത്തിട്ടു. കൃപയാൽ എന്നെ നടത്തുന്നു. കൃപ 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 കൃപ. ആ പാട്ടുണ്ടല്ലോ, എന്താ? കൃപയാൽ 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 നിത്യം സ്നേഹമിത്. ഓ കൃപയാൽ 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 കൃപയാൽ